അല്ല, ഇതിനകത്ത് ഇത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആണ് ഈ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നത്. നമുക്കറിയാം, ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ സമയത്ത് ചേർത്തിയ വോട്ടുകളൊക്കെ നമ്മുടെ BLAമാർക്ക് പരിശോധിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. പക്ഷെ ഇതെന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഇത് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏറ്റവും അവസാനം ഇറങ്ങിയ സമയത്തുണ്ടായ വോട്ട് ചേർക്കലാണ്. അത് നമുക്ക് നമ്മുടെ BLAമാർക്ക് പരിശോധിക്കാൻ അവസരം കിട്ടിയില്ല. അത് BLOമാര് പിന്നെ ചില സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നടന്നതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തെ റവന്യൂ വകുപ്പും കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അവർ കാര്യമായി ഇടപെട്ടിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇതിനകത്തൊരു വിഷയം വരുന്നത്, നമ്മളിപ്പോ പരിശോധിച്ചപ്പോൾ 1,50,000 1,40,000 വോട്ടുകളാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുതുതായി ചേർത്തത്. മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളെ അപേക്ഷിച്ച് ഭയങ്കര ഇവിടെ വോട്ട് ചേർക്കുന്ന വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പിന്നെ നിലവിൽ സംസ്ഥാനത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കയറി വോട്ടർ പട്ടിക എടുക്കാൻ വിചാരിച്ചാൽ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമില്ല, കിട്ടാനായിട്ട് യാതൊരു സാധ്യതയില്ല. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ നമ്മൾ ഈ വോട്ടർ പട്ടിക കിട്ടണമെങ്കിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക കിട്ടണമെങ്കിൽ വിവരാവകാശം കൊടുത്ത് എല്ലാ വോട്ടർ പട്ടികയും കിട്ടി നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലേക്കും അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുത്ത് ബൂത്ത് പ്രസിഡന്റുമാർ ഇപ്പോ ആ വോട്ടുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP കൗൺസിലർമാരുള്ളതാണ്.